പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് ആരോപണം. ചികിത്സയിലായിരുന്ന 1.5 വയസ്സുകാരൻ മരണപ്പെട്ടു. പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്നും അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ ബോധരഹിതനായ 1.5 വയസ്സുകാരൻ കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു. എരമം സ്വദേശിയായ സൂരജ് വിജിഷ ദമ്പതികളുടെ മകൻ ദേവാൻ ശൗരിയാണ് മരിച്ചത്. ചുണ്ടിന് മുറിവ് പറ്റിയതിനെ തുടർന്ന് കഴിഞ്ഞ ഞായറാഴ്ചയാണ് പയ്യന്നൂർ BMH കുട്ടിയെ പ്രവേശിപ്പിച്ചത്. അനസ്തേഷ്യ നൽകിയതോടെ കുട്ടി ബോധരഹിതനാവുകയായിരുന്നു. പിന്നാലെ കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഇതിനിടെയാണ് മരണം. പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവാണ് കുട്ടി ബോധരഹിതനാകാൻ കാരണമെന്ന ആരോപണം കുടുംബം ഉന്നയിക്കുന്നു. ജനറൽ അനസ്തേഷ്യ നൽകുമ്പോൾ രക്ഷിതാക്കൾക്ക് കൊടുക്കേണ്ട ഒരു മുന്നറിയിപ്പും ആശുപത്രി അധികൃതർ നൽകിയിരുന്നില്ലെന്ന് കുട്ടിയുടെ അമ്മാവൻ അജിത്ത് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇന്ന് രാവിലെ കുട്ടിയെ കാണുമ്പോൾ സ്റ്റിച്ചിടാതെ തന്നെ കുഞ്ഞിൻ്റെ മുറിവ് ഉണങ്ങിയിരുന്നുവെന്നും അനസ്തേഷ്യ നൽകേണ്ട ആവശ്യമില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടി മാസം തികയുന്നതിന് മുൻപേ ജനിച്ചതാണെന്നടക്കം ആശുപത്രിയെ അറിയിച്ചിരുന്നു. ചുണ്ടിലെ മുറിവിൽ ബാൻഡേജ് നൽകിയാൽ പോലും മതിയായിരുന്നു. ഇന്ന് നോക്കുമ്പോൾ സ്റ്റിച്ച് ഇടുക പോലും ചെയ്യാതെ തന്നെ മുറിവ് ഉണങ്ങിയിരുന്നു. അനസ്തേഷ്യ നൽകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. മാത്രമല്ല, ജനറൽ അനസ്തേഷ്യ നൽകുമ്പോൾ രക്ഷിതാക്കൾക്ക് കൊടുക്കേണ്ട ഒരു മുന്നറിയിപ്പും ആശുപത്രി അധികൃതർ നൽകിയിരുന്നില്ല. കേസുമായി മുന്നോട്ട് പോകുമെന്നും കുട്ടിയുടെ അമ്മാവൻ അജിത്ത് പറഞ്ഞു. അനസ്തേഷ്യന്റെ ഒരു പിഴവായിട്ടല്ല. അനസ്തേഷ്യ ഒരു പിഴവെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇത്രയും ഒരു ചെറിയ കുട്ടിക്ക് ഒരു എന്റെ അറിവ് പ്രകാരം നമ്മൾ അന്വേഷിച്ചത് പ്രകാരം ഒരു 3 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിക്ക് അനസ്തേഷ്യ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഒരു എമർജൻസി സിറ്റുവേഷനിൽ മാത്രമേ കൊടുക്കേണ്ട കാര്യമുള്ളൂ. അതിപ്പോ ഒരു സ്റ്റിച്ചിങ് പോലും ചെയ്യേണ്ട ഒരു അവസ്ഥയില്ല കുട്ടിക്ക്. അതായത് ഞാനിപ്പോ കുട്ടീനെ കണ്ടിട്ടുള്ള വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 4 ദിവസം കൊണ്ട് കുട്ടിക്ക് യാതൊരു ട്രീറ്റ്മെന്റ് ചെയ്യാതെ തന്നെ ആ മുറി ഉണങ്ങി, കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി. ഒരു സ്റ്റിച്ചിങ്ങോ ഒരു ബാൻഡേജ് മാത്രം ഒട്ടിച്ചിട്ട് ഉണങ്ങി. ഒരു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവര് ജനറൽ അനസ്തേഷ്യ കൊടുത്തതും. അവര് അതില് സംഭവിച്ചു നമ്മൾ അവിടെ കുട്ടീനെ അഡ്മിറ്റ് ചെയ്ത ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ അവരോട് പറഞ്ഞതാണ് പ്രീടേം ഡെലിവറിയാണ് കാര്യങ്ങളാണ്. കുട്ടിക്ക് അതിനുശേഷം സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊന്നും അവര് വളരെ വലിയ സീരിയസ് ആയിട്ടൊന്നും മുഖവിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവര് അതിന്റെ ഒരു ഹിസ്റ്ററി ഡോക്യുമെന്റ്സ് അവർ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെഡേഷൻ കൊടുത്ത് ചെയ്യാൻ മാത്രമുള്ള ഒരു കേസ് ആയിരുന്നില്ല ഇത്. ഒന്നുകിൽ നമുക്കൊരു കുട്ടീനെ പിടിച്ചു വെച്ച് ചെയ്യാം. കുട്ടീനെ പിടിച്ചു വെച്ചാൽ തന്നെ ഒരു കുറച്ച് വേദന ഉണ്ടാവും, അല്ലെങ്കിൽ ലോക്കൽ അനസ്തേഷ്യ കൊടുത്താലോ ചെറിയൊരു മുറിവിന്റെ ഒരു കല ഭാവിയിൽ ഉണ്ടാവും എന്നുള്ളതിന്റെ പേരിലാണ് ഇപ്പൊ കുട്ടികളെ നമുക്ക് നഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ ഈ ഒരു സെഡേഷൻ കൊടുത്താൽ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ കുട്ടിയുടെ പാരന്റ്സിനോട് ഇവർ വിശദീകരിച്ചിട്ടോ പറഞ്ഞിട്ടോ ഇല്ല. പിന്നെ ഇതിൽ ഏറ്റവും വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റിസ്ക്കും ഈ അച്ഛൻ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കുട്ടീനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ OT-യിൽ നിന്നും അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഒരു ഡോക്ടറോട് അച്ഛൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ എന്റെ മോനെ കാണിച്ചു വെച്ചിരിക്കുന്നത്, മോൻ ഒരു മുറിവിന് വന്നതല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് മോൻ എന്ത് പറ്റി ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ ഒരു ഡോക്ടർ പറഞ്ഞ കാര്യം ഇതിനൊക്കെ കൂടി വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തതെന്നുള്ളത്. ഇത് അറിഞ്ഞുകൊണ്ടല്ലേ ഒപ്പിട്ട് കൊടുത്തെന്നുള്ളത്. ഈ ഒപ്പിട്ട് കൊടുക്കുക എന്നുള്ളത് ഇവർക്ക് എന്തും ചെയ്യാം, കുട്ടീനെ എന്തും ചെയ്യാം, ഒരു ആരും ചോദിക്കാൻ വരില്ല എന്നുള്ള ആ ഒരു വാലിഡിറ്റി അതാണ് ആ പേപ്പറിന്റെ വാല്യൂ. മൺസൂൺ ഓഫർ മഹാമേളയുമായി സ്റ്റാർ ഹോം അപ്ലയൻസസ് ജൂൺ 15 മുതൽ ജൂലൈ 15 വരെ മാത്രം. പഴയതിനോട് വിട പറയാം. സോഫ എക്സ്ചേഞ്ച് മേളയിലൂടെ പുതിയ സോഫ സ്വന്തമാക്കാം. നിങ്ങളുടെ ആവശ്യത്തിനും അളവിനും അനുസരിച്ച് ഫർണിച്ചറുകൾ നിർമ്മിച്ചു നൽകുന്നു. ബെഡ്റൂം സെറ്റുകൾ വെറും 24,000 രൂപ മുതൽ. കൂടാതെ എല്ലാ ഫർണിച്ചറുകൾക്കും വൻപൻ വിലക്കുറവ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ സ്റ്റാർ ഹോം അപ്ലയൻസസ്. സ്വപ്ന ഭവനങ്ങൾക്ക് വിശ്വാസത്തിന്റെ ഉറപ്പ്.